എറണാകുളം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്നു. നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രം ഊരാഴ്മ കുടുംബമായ അകവൂർ മനയിൽ നിന്നും തിരുവാഭരണങ്ങൾ ഘോഷയാത്രയെ കൊണ്ടുവന്നു. ഇനിയുള്ള 11 ദിനങ്ങൾ വിശേഷാൽ പൂജകളുമുണ്ടാകും. നടതുറപ്പുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്ര അകവൂർ മനയിൽ നിന്നാണ് ആരംഭിച്ചത്. വാദ്യമേളങ്ങളോടെയും ചിന്തകാവടിയുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര 3.5 മണിക്കൂർ പിന്നിട്ട് രാത്രി 8 മണിയോടെയാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രമേൽശാന്തി നാരായണൻ നമ്പൂതിരി രഥത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലിലെ പാർവതീദേവിക്കും മഹാദേവനും അണിയിച്ചു. ക്ഷേത്ര ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ബ്രാഹ്മണിയമ്മ നട തുറക്കാൻ 3 വട്ടം വിളിച്ചു പറയുകയും മേൽശാന്തി ശ്രീപാർവതീദേവിയുടെ നട തുറക്കുകയും ചെയ്തു. ഉത്സവത്തിനോടനുബന്ധിച്ച് ഇനിയുള്ള നാളുകളിൽ ഭക്തർക്ക് രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും 2 മുതൽ രാത്രി 9 വരെയുമാണ് ദർശനം. ഭക്തർക്ക് ക്യൂ നിൽക്കുവാൻ 50,000 ചതുരശ്ര അടി വിസ്താരമുള്ള പന്തലുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സാധാരണ ക്യൂ കൂടാതെ ദർശന ദിവസവും സമയവും മുൻകൂട്ടി ബുക്ക് ചെയ്ത് തിരക്കൊഴിവാക്കി ദർശനം നടത്തുന്നതിനായി വെർച്വൽ ക്യൂ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി തുടങ്ങിയ ഡിപ്പോകളിൽ പ്രത്യേക KSRTC സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 13-നാണ് നടതുറപ്പ് മഹോത്സവം സമാപിക്കുക. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.